നമസ്കാരം. സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ എത്തുമ്പോൾ ആദ്യ സീസണെ കടത്തിവെട്ടുന്ന ആരാധക കൂട്ടായ്മകൾ നമ്മൾ കാണുകയാണ്. ഗാലറി മുഴുവൻ നിറയുകയാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്, കേരള ഫുട്ബോളിന് സൂപ്പർ ലീഗ് കേരള സമ്മാനിക്കുകയാണ്. നമ്മളിന്ന് വിശദമായി സൂപ്പർ ലീഗ് കേരളയുടെ വിജയകരമായുള്ള മുന്നോട്ട് പോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്കൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ, കമൻറ്റേറ്റർ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷൈജു ഏട്ടൻ, ശ്രീ ദിലീപ് പ്രേമചന്ദ്രൻ സാർ, മാധ്യമപ്രവർത്തകൻ. സ്പോർട്സ് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പേരുകളും നമ്മളിങ്ങനെ സ്ഥിരമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് പേരുകളാണ്. ഓക്കെ, നമുക്ക് മുഖവരയില്ലാതെ തുടങ്ങാം. ഷൈജോട്ടാ, സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ എത്തുമ്പോൾ കമൻട്രി ബോക്സിൽ താങ്കളുണ്ട്. കേരളത്തിലെ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു സ്വപ്നം കണ്ടാണ് സൂപ്പർ ലീഗ് തുടങ്ങുന്നത്. അത് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു നല്ല മുഹൂർത്തം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും സൂപ്പർ ലീഗ് കേരള ഏത് കോൺസെപ്റ്റോടു കൂടിയാണ് സൂപ്പർ ലീഗ് കേരള ആവിഷ്കരിച്ചത്, അതിൻ്റെ ആ വിജയം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്കുള്ള സൂപ്പർ ലീഗ് കേരളയുടെ പ്രയാണം വളരെ ഭംഗിയായി രണ്ടാം സീസണിലും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മുഖവുരയായി പറഞ്ഞു വെക്കാം. അത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാം സീസണിൽ ഇപ്പം ആരാധകരെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് സൂപ്പർ ലീഗ് കേരളയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, സൂപ്പർ ലീഗ് കേരള കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ഫുട്ബോൾ ഫ്രട്ടേണിറ്റിക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ അറ്റ്മോസ്ഫിയറിലേക്ക്, അത് പറയുമ്പോൾ ആദ്യ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുക്ക് അറ്റ് ദ പ്ലേയേഴ്സ് ഹു ആർ പ്ലേയിങ് സൂപ്പർ ലീഗ് കേരള സീസൺ 2. റോയ് കൃഷ്ണ, അത് ISL വൺ ഓഫ് ദ ബിഗ് നെയിംസ് ആയിരുന്നു. ഓസ്ട്രേലിയൻ ലീഗും ന്യൂസിലൻഡ് ലീഗും ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഫിജി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. റോയ് കൃഷ്ണ മുതലിങ്ങ് പിടിച്ചോളൂ. ഏറ്റവും ഒടുവിൽ മലപ്പുറം സൈൻ ചെയ്തിരിക്കുന്ന ഇഷാൻ പണ്ഡിതയുടെ പേരിലാണ് ISL ഏറ്റവും കൂടുതൽ സൂപ്പർ സബ് ഗോൾസ് റെക്കോർഡ് സ്റ്റിൽ. അപ്പം അത്രയും ഹൈ പ്രൊഫൈൽ നെയിംസ് വരുന്നു. ലെൻഡുങ്കൽ ISL കഴിഞ്ഞ 11 സീസണും പല ടീമുകൾ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ലെൻഡുങ്കൽ. ഈസ് പ്ലേയിങ് ഫോർ കാലിക്കറ്റ് FC. സോ റോയ് കൃഷ്ണ, ഇഷാൻ പണ്ഡിറ്റ്, ദെൻ ലെനി റോഡ്രിഗസ്. തൃശ്ശൂർ മാജിക്കിനെ ഈ സീസണിൽ ഏറ്റവും മാജിക്കലായി മുന്നേറാൻ സഹായിക്കുന്ന മിഡ്ഫീൽഡർ ആരാന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ലെനി റോഡ്രിഗസ്. FC ഗോവയ്ക്കും ബാംഗ്ലൂരിനും കൊൽക്കത്ത ടീംസിനും ഉൾപ്പെടെ ഏറ്റവും FC പൂനെ സിറ്റി ഉൾപ്പെടെ ISL തുടക്കം മുതൽ കളിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ. സോ ഇങ്ങനത്തെ ഇന്ത്യൻ ഫുട്ബോളിൽ ISL ഹൈ പ്രൊഫൈൽ പേരുകാരൊക്കെ കേരള ഫുട്ബോളിലേക്കും സൂപ്പർ ലീഗ് കേരളയിലേക്കും വളരെ താല്പര്യത്തോടെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, സൂപ്പർ ലീഗ് കേരളയ്ക്ക് വന്നിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ സംഗതിയാണ് ഇപ്പോൾ മഹേഷ് ഓൾറെഡി പറഞ്ഞു വെച്ചു. ആദ്യ സീസണിൽ നിന്നും സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ കേരളത്തിലിപ്പം ഫ്രാഞ്ചൈസികൾ 6 കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രം. പക്ഷേ നിങ്ങൾ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിൽ പോയിക്കോളൂ, നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോകൂ, കൂടരഞ്ഞി ചെല്ലൂ, അല്ലെങ്കിൽ തൊട്ടിൽപ്പാലത്ത് ചെല്ലൂ, നിങ്ങൾ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെല്ലൂ, നിങ്ങൾ താനൂരോ, തിരൂരോ, വണ്ടൂരോ, നിലമ്പൂരോ, കാളികാവിലോ ചെല്ലൂ, ഇവിടെയൊക്കെ പീപ്പിൾ യങ്സ്റ്റേഴ്സ് ടോക്കിംഗ് അബൌട്ട് സൂപ്പർ ലീഗ് കേരള. അതാണ് സൂപ്പർ ലീഗ് കേരളയുടെ വിജയം. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും, ഓരോ പട്ടണങ്ങളിലുള്ള ഓരോ ഗ്രാമങ്ങളിലേക്കും, ഓരോ വില്ലേജുകളിലേക്കും കേരള ഫുട്ബോളിനെ കുറിച്ചുള്ള ആ ഒരു ആവേശം, കേരള ഫുട്ബോളിൻ്റെ ആ ഒരു എന്തൂസിയാസം ഇല്ലേ, അത് കുറച്ചും കൂടെ കത്തിച്ച് ആവേശഭരിതമാക്കാൻ സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ ഏറ്റവും ഗംഭീരമായി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സൂപ്പർ ലീഗ് കേരള എങ്ങനെ വളരുന്നു എന്ന ചോദ്യത്തിൻ്റെ രണ്ടാം ഘട്ട ഉത്തരം. യെസ്, ഓക്കെ. ദിലീപ് സാർ, ശ്രീ ഷൈജോട്ടൻ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളുടെ അവിടെയുള്ള കളി ആരാധകരുടെ മനസ്സിലേക്ക് ഇഞ്ചിഞ്ചായി സൂപ്പർ ലീഗ് എത്തുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു രസകരമായ സന്തോഷം നൽകുന്നൊരു കാഴ്ച, ബൈക്കിന് പോവുകയാണ്. ആ സമയത്ത് ബസ് സ്റ്റോപ്പിനകത്ത് 3 കുട്ടികൾ നിൽക്കുന്നു. ആ 3 കുട്ടികളും അന്ന് കളിയില്ല, കാലിക്കറ്റിൻ്റെ ജേഴ്സി ഇട്ട 3 കുട്ടികൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു സിംറ്റമാണ് ശരിക്കും, നമുക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ സൂപ്പർ ലീഗ് കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്നത്? ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അടിസ്ഥാനം ഒരു ഗ്രൗണ്ടാണ്. ഇപ്പം നമ്മൾ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻഫീൽഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫർഡ്, ബാഴ്സലോണ, ന്യൂ ക്യാമ്പ്, എല്ലാ ക്ലബിനും ഒരു ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഒരു സ്ഥലം. അത് നമ്മുടെ ഇത്രയും കാലം നമുക്ക് 60 കൊല്ലം അതിലപ്പുറം പാരമ്പര്യമുള്ളതാണ് കേരള ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കാലത്തിലൊന്നും ഇപ്പോൾ ഒരു കേരള പോലീസ് പണ്ടത്തെ ടീം എടുത്തു കഴിഞ്ഞാൽ കേരള പോലീസ് എവിടെയാണ് കളിച്ചിരുന്നത് ആർക്കും അറിയില്ല. പല ഗ്രൗണ്ടിലുമായിട്ട് അത് കേന്ദ്രീകരിച്ച് ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല. അപ്പോൾ അതൊരു എപ്പോഴും ഒരു പ്രശ്നമാണ്. ഈ ഒരു ലീഗ് സിസ്റ്റം വരുമ്പോൾ അതിൽ വരുന്ന ഒരു വലിയ മാറ്റം അതാണ്. ഇപ്പോൾ
ഒരു കാലിക്കറ്റ് FC ഫാനിന് കോർപ്പറേഷൻ സ്റ്റേഡിയം, മറ്റവർക്ക് പയ്യനാട്, അങ്ങനെ പല സ്റ്റേഡിയംസിലും ആൾക്കാർക്ക് ഞാൻ ഇന്ന ദിവസം ഇവിടെ പോയ എൻ്റെ ടീം ഇവിടെ കളിക്കുന്നുണ്ടാവും എന്നറിയാം. അതൊരു വലിയ മാറ്റമാണ്.